ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൈ സിറ്റിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ചോയും യൂനും കൂടി ഞണ്ടിനെയൊക്കെ പിടിക്കാനായിട്ട് പോകുന്നതും അവസാനം രണ്ടുപേരും കളിച്ച് ക്ഷീണിച്ച് ഒരു സ്ഥലത്തിരിക്കുന്നത് വരെയാണ്. പിന്നെ ചോയാണെങ്കിൽ യൂനിനെ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആദ്യം യൂൻ ചിരിക്കുന്നൊന്നുമില്ല, പിന്നെ അവൻ ചിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ ഓക്ടോപസിനെ എടുത്ത് വെച്ചിട്ട് ചോയെ പേടിപ്പിക്കുന്നുമുണ്ട്. അതിനുശേഷം ചോയ് പറയാണ്, നമ്മൾ കുറേ നേരം കൊണ്ട് വർക്ക് ചെയ്യില്ലേ, ഇനി നമുക്ക് പോയി കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന്. അപ്പോൾ യൂൻ പറയുന്നു, അതെങ്ങനെ, ഈ ബക്കറ്റിൻ്റെ പാതി പോലും ഇതുവരായിട്ട് ഫില്ലായില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ പോയി എൻജോയ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ പറയാം, അതൊന്നും സാരമില്ല, അത് നമുക്ക് പിന്നെ ഫില്ല് ചെയ്യാം, ആദ്യം നമുക്ക് പോയി കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്. ബീച്ചിലെത്തിയതിന് ശേഷം യൂൻ പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരാൾ ഈ ബീച്ചിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ കുറേ നാളായി ബീച്ചിലേക്ക് വന്നിട്ട്, നിനക്ക് അതറിയാമോ എന്ന്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ചോയാണെങ്കിൽ ഒരു ഷീറ്റ് എടുത്ത് തറയിൽ വിരിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഷർട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് യൂനിനോട് പറയുന്നുണ്ട്, നീ ഷർട്ട് റിമൂവ് ആക്കാൻ. അപ്പോൾ അവൻ പറയുന്നു വേണ്ടെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ കിടക്കുന്ന സമയത്ത് ചോയിനെ തന്നെ യൂൻ നോക്കുന്നുണ്ട്. പക്ഷെ ചോയ് ഗ്ലാസ് വെച്ചിട്ടുള്ളത് കൊണ്ട് അവൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോയ് അവനോട് ചോദിക്കുന്നു, അല്ല നീ എന്താ എന്നെ തന്നെ നോക്കുന്നേന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും ഇല്ലെന്നുള്ള രീതിയിൽ മുഖം തിരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, നീ എൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫേസിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ വാ, നമുക്ക് പോയി കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് നേരം പോയി കളിക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് കളിച്ചതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ യൂൻ പറയാണ്, എൻ്റെ ആഗ്രഹം ഇതുപോലെ ഒരു ശാന്തമായ ബീച്ചിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നാണ്, അത് സ്പെഷ്യൽ മെനു ഒക്കെ ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. അപ്പോൾ ഇവൻ പറയുന്ന കാര്യത്തിനെല്ലാം ചോയ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം യൂനാണെങ്കിൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു പാട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നത് ചോയ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിനക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, വീണ്ടും അത് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ചോയ് അതിനൊത്ത് നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചോയ് വീട്ടിൽ പോയതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ എടുത്ത ഫോട്ടോസൊക്കെ നോക്കുന്നതായിട്ടാണ്. പിറ്റേന്ന് രാവിലെ യൂനാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടേക്ക് ചോയ് വരുന്നുണ്ട്. ചോയിനെ കണ്ടിട്ട് യൂൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എന്താ എനിക്കിവിടെ വന്നൂടെ, മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത്, നീ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വാങ്ങുന്നതെന്നൊക്കെ എനിക്ക് അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. ചോയ് ഇതൊക്കെ വെറുതെയാണ് പറയുന്നതെന്ന് യൂനിന് അറിയാമെന്നുള്ളത് കൊണ്ട് അവനാണെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പിന്നെ രണ്ടുപേരും കൂടെ ഫിഷ് വാങ്ങാനായിട്ട് പോകുന്നു. വാങ്ങുന്ന സമയത്ത് ചോയ് ആണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ യൂനോട് പറയുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ കഴിക്കാനായിട്ട് പോകുന്നു. യൂൻ അവിടെ ചെന്നിട്ട് വാങ്ങുന്നത് റോ ഫിഷ് കൊണ്ടുള്ള ഫുഡാണ്. അതാണെങ്കിൽ ചോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് ചോയോട് യൂൻ പറയുന്നു, ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്, കാരണം ഒരു ഷെഫിന് റോ ഫിഷ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനേ പറ്റില്ലെന്ന്. ചോയ് ആ ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് യൂൻ അവനോട് പറയുന്നുണ്ട്, ഇതിവിടെ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ്, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെടും, നീ കഴിച്ചു നോക്കാൻ. അങ്ങനെ ചോയ് ആണെങ്കിൽ വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട്. ആദ്യം മടി പിടിച്ചാണ് കഴിക്കുന്നതെങ്കിലും ചോയ്ക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ അവനോട് പറയുന്നു, നല്ല ഡെലീഷ്യസ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡെന്നും പറഞ്ഞ് ഒരുപാട് വാരി കഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ അവരെല്ലാവരും തിരക്കിട്ട് ഓരോ ജോലികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചോയിയുടെ തലയാണെങ്കിൽ ഭിത്തിയിലിടിക്കുന്നുണ്ട്. ഈ സമയം യൂനാണെങ്കിൽ അവനെ നോക്കിയിട്ട് പറയുന്നു, നീ ശ്രദ്ധിച്ച് നടക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെ വീണ്ടും തല ഭിത്തിയിലിടിക്കും, നല്ലതുപോലെ അത് വേദനിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. ചോയിയുടെ തലയിടിച്ചത് കണ്ടിട്ട് റേയാനാണെങ്കിൽ അവനോട് പറയുകയാണ്, നീ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ തലയിടിക്കല്, അതില്ലാതായി പോവും, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണെന്ന്. ഇത് കേട്ടിട്ട് ചോയ് അവനോട് ചോദിക്കുന്നത്, ഡാ നിനക്ക് അതില്ലാതാവണതാണ് പ്രശ്നം, എൻ്റെ തല ഇടിച്ചതിന് എനിക്കൊന്നും തോന്നുന്നില്ലേ എന്ന്. ചോയാണെങ്കിൽ തലയൊക്കെ തടവി തടവി യൂനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയം യൂനാണെങ്കിൽ ഏതോ ഒരു ഡിഷ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയാണ്. അപ്പോൾ അവനാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. യൂനത് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ചോയാണെങ്കിൽ പെട്ടെന്ന് യൂനിൻ്റെ കയ്യിരിക്കുന്ന ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ യൂനാണെങ്കിൽ ഇത് എന്തോ പോലെ തോന്നിയിട്ട് പെട്ടെന്ന് അവൻ്റെ കൈ തട്ടി മാറ്റുന്നു. അപ്പോൾ ചോയാണെങ്കിൽ അവനോട് പറയുകയാണ്, ഈ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്നും പറഞ്ഞ് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് റയാൻ വരുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കിടയിൽ എന്താ നടക്കുന്നത്, നിങ്ങൾ അങ്ങനെ മിണ്ടാറേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ട് യൂൻ ചോദിക്കുന്നു, അല്ല നീ എന്താ പറയുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അറിയാതെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ജലസാകുമെന്നും പറഞ്ഞിട്ട് റയാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയതിന് ശേഷം ചോയ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് നൈറ്റ് ഫ്രീ ആണോ എന്ന്. അതിനുശേഷം കാണിക്കുന്നത് രണ്ടുപേരും കൂടെ നൈറ്റ് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നതായിട്ടാണ്. അപ്പോൾ ചോയ് ആണെങ്കിൽ യൂന് ഫുഡൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അവൻ പറയാണ്, ഇന്ന് രാവിലെ കഴിച്ച ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതിന് സിമിലർ ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാൻ ഇപ്പോൾ നിനക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് ചോയ് ഉണ്ടാക്കിയ ഫുഡ് യൂൻ കഴിച്ചു നോക്കുന്നു. അവനാണെങ്കിൽ അത് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ചോയ് ആണെങ്കിൽ യൂനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ നിന്നെ അങ്ങനെ ഹേറ്റ് ചെയ്യുന്നതൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന കിച്ചണിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, അല്ലാതെ ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യുന്നതൊന്നും ഇല്ലെന്ന്. പെട്ടെന്ന് ചോയ് ആണെങ്കിൽ അവനോട് ഐ ലൈക്ക് യു എന്നും പറയുന്നുണ്ട്. യൂനാണെങ്കിൽ ഈ സമയം അന്ന് ചോയ് ഒരു പാട്ട് പാടിയില്ല, അത് യൂന് വേണ്ടി പാടിയതുപോലെ തോന്നുന്ന ആ പാട്ട് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് തിരിച്ച് ഐ ലൈക്ക് യു ടു എന്നും പറയുന്നുണ്ട്. യൂൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചോയ് ആണെങ്കിൽ എടുത്ത ഫോട്ടോസ് എല്ലാം അവന് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓരോ സ്ഥലത്തായിട്ട് ഇരുന്നിട്ട് ആ ഫോട്ടോസ് നോക്കി നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം ലോറയാണെങ്കിൽ ചോയെ കാണാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചെന്നുടനെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചേന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പേപ്പർ ചോയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനത് വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് ഹെഡ് ഷെഫ് ആകാനുള്ള കോൺട്രാക്റ്റ് ആണ്. അവൾ ചോയ്ക്കത് കൊടുത്തതിന് ശേഷം അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ചോയ് ആ പേപ്പർ തന്നെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൻ്റെയാണ് ആവശ്യമുണ്ട്, അതുമാത്രമല്ല നിനക്ക് തന്നെ അറിയാം യൂൻ എങ്ങനെയാണ് ഈ ലോറ ഡൈനിങ് നോക്കുന്നതെന്ന്, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ചോയ്യുടെ പെട്ടെന്നുള്ള മാറ്റം ശ്രദ്ധിച്ചിട്ട് ലോറ അവനോട് ചോദിക്കുന്നു, അല്ല ചോയ് നിനക്ക് എന്ത് പറ്റി പെട്ടെന്ന് നീ അങ്ങ് യൂനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്താ ഞാൻ അറിയാതെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലോറ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് ചോയ്ക്ക് അറിയത്തില്ല. അവനാണെങ്കിൽ അപ്പോൾ അങ്ങ് സൈലൻ്റ് ആയി പോകുന്നുണ്ട്. ലോറയാണെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞതൊന്നും മാറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അവസാനം എത്ര പറഞ്ഞാലും ലോറ ഒന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചോയ് ആണെങ്കിൽ അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. ചോയ് സൈൻ ചെയ്യുന്നത് കാണുമ്പോൾ ഈ ലോറയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷെ ചോയ്ക്ക് അതേസമയം നല്ല സങ്കടമാകുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചോയ് കിച്ചണിലേക്ക് പോകുന്നതായിട്ടാണ്. ചോയ് കിച്ചണിൽ ചെന്ന് നോക്കുന്ന സമയത്ത് യൂനാണെങ്കിൽ ചോയ്യുടെ തല ഭിത്തിയിലിടിച്ചില്ലേ, അപ്പോൾ അങ്ങനെ ഇനി ഇടിക്കാതിരിക്കാനും ഒരുപക്ഷെ ഇടിച്ചാൽ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ തല ഭിത്തിയിൽ ഇടിച്ചത് കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ചോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. കാരണം അവനാണെങ്കിൽ പോയി കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടല്ലേ വന്ന. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിഷമം സഹിക്കാൻ വയ്യാതെ അവനാണെങ്കിൽ പോയി യൂനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂനാണെങ്കിൽ പെട്ടെന്ന് ഇവനിങ്ങനെ വന്ന് ഹഗ് ചെയ്തുകൊണ്ട് എന്ത് പറയണമെന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അവനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ചോയ് അവനോട് പറയുന്നു, നമുക്ക് രണ്ടുപേർ കൂടെ എവിടേക്കെങ്കിലും പോയാലോ എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ പാർക്കിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റൈഡിലൊക്കെ കയറുകയാണ്. യൂൻ റൈഡിൽ കയറിയതിന് ശേഷം ചോയോട് പറയുകയാണ്, എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ ഉള്ളത് പോലെയാണെന്ന്. അപ്പോൾ ചോയ് ആണെങ്കിൽ അവനോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടേക്ക് വരുന്നെങ്കിൽ എന്തായാലും ഒരു നല്ല പേഴ്സൻ്റെ കൂടെ ഇവിടേക്ക് വരണമെന്നായിരുന്നു എന്ന്. ചോയ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂൻ ഏറ്റവും നല്ലൊരു പേഴ്സൺ ആണെന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് യൂനാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ എന്ത് ചെയ്താലും അതെല്ലാം ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് യൂനാണെങ്കിൽ ചോയ്യുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം രണ്ടുപേരും കൈ കോർത്തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല രണ്ടുപേരും കിസ് ചെയ്യുന്നുമുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവരവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് ചോയ് ആണെങ്കിൽ യൂനോട് ചോദിക്കുന്നു, അല്ല യൂൻ നീ എന്താ ഈ കോമ്പറ്റീഷൻ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന്. അപ്പം യൂൻ ചോദിക്കുന്നു, അല്ല നിനക്കെന്താ പേടിയാണോ തോറ്റു പോകുമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ യൂൻ പറയുന്നു, എനിക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്തായാലും ഈ കോമ്പറ്റീഷനെ പറ്റിയൊന്നും വെറുതെ സംസാരിക്കാൻ നിൽക്കേണ്ട, നമുക്ക് ഇന്നത്തെ ദിവസം നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ നോക്കാമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് ആസ്വദിക്കുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് യൂനാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ചോയ്യുടെ മുഖത്ത് അധികം സന്തോഷമൊന്നുമില്ല. അവൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് കാണാൻ കഴിയുന്നത്.
അടുത്ത സീനിൽ കാണിക്കുന്നത് ലോറയെയാണ്. അവളാണെങ്കിൽ ഒരാളെ കോൾ ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ വെറുതെ ഇവിടെ വന്നൊന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ വിന്നർ ആരാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ആദ്യമേ ഞാൻ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയാളായിരിക്കും വിന്നർ എന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൾ അയാളോട് പറയുന്നു, പിന്നെ ശരി, നമുക്ക് വരുന്ന ദിവസം കാണാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്യുന്ന സമയത്തേന് അവൾക്ക് മറ്റൊരു കോളും കൂടെ വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചോയ് വരുന്നു. ചോയിനെ കണ്ടുടനെ അവളാണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഫൈനൽ പാർട്ടാണ്. അതിൽ നമുക്കറിയാൻ കഴിയും ലോറ പറഞ്ഞതുപോലെ ഹെഡ് ഷെഫ് ചോയ് ആകുമോ അതോ യൂനാകുമോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.